പ്രേക്ഷകരെ നമസ്കാരം. ഞാൻ മകേഷ് വടക്കഞ്ചേരിയാണ്. മകേഷ് സ്നേഹാലയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഗോപാലപുരം ബസ് സ്റ്റാൻഡിലാണെന്നുള്ളത്. അതായത് ഇവിടുത്തെ വിഷയം ഗോപാലപുരം ബസ് സ്റ്റാൻഡിലെ ഒരു ശുചിമുറി ഇല്ല എന്നുള്ള ഒരു പരാതിയാണ് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം. കാരണം ഇത് തമിഴ്നാട് ബസ് നിർത്തുന്ന സ്ഥലം, ഇത് കേരള ബസ് നിർത്തുന്ന സ്ഥലം. നിരവധി ജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും എല്ലാം വന്ന് ഈ സ്ഥലത്ത് അടിയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു ശുചിമുറി ഇല്ലാണ്ട് നിരവധി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വരുന്ന യാത്രക്കാരുൾപ്പെടെ നിരവധി ആൾക്കാർ ബുദ്ധിമുട്ടുമാണ്. അത് കണ്ടറിഞ്ഞു നമ്മുടെ ഈ എഴുത്താമ്പതി പഞ്ചായത്തും അതേപോലെ ഇവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റുള്ളവരെല്ലാം ചേർന്ന് ഈ ഒരു സംഭവം ഇവർക്ക് നിർമ്മിച്ചു കൊടുക്കണം. ഇവരുടെ വിഷമങ്ങൾ, അതായത് യാത്ര ചെയ്ത് ക്ഷീണമായി വരുന്നവർ ഇവിടുന്ന് നേരെ കൊഴിഞ്ഞാമ്പാറ ചെന്നിട്ടാണ് അത്യാവശ്യ കാര്യങ്ങൾ അവർ നിർവഹിക്കുന്നത്. ഇവിടുന്ന് എത്രയോ കിലോമീറ്റർ ഉണ്ടെന്നറിയാം, 5-6 കിലോമീറ്റർ പോയി അവിടെ പോയിട്ടാണ് അവർ ഈ ഇതെല്ലാം വിനിയോഗിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർ ഇത് കാണുന്നവർ ഈ സംഭവം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമാണ് ഇവർ നേരിടുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ഇവിടെ വന്ന് അവർക്ക് ഈ ഒരു സംഭവം ഇവിടെ ഇല്ലാണ്ട് വരുമ്പോൾ ഇവിടുന്ന് ബസ് ഇറങ്ങി തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്ക് പോകുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ശുചിമുറി അത്യാവശ്യമാണ്, അത് നിർമ്മിച്ചു കൊടുക്കണം. എല്ലാ മേലധികാരികൾ ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോസിലേക്ക് ഞാൻ കിടക്കുകയാണ്. പ്രേക്ഷകരെ നമ്മുടെ സന്മുഖേട്ടൻ ഇവിടുത്തെ നാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹം നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. ഗണേശ ഹോട്ടൽ ഓണറാണ് അദ്ദേഹം. അതായത് ഇവിടെ ദിവസം ഒരു ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ബസ് വിട്ട് ഇറങ്ങിയത് ഒരു ബോർഡർ പ്രദേശമായതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ പാലക്കാട് നിന്നും പൊള്ളാച്ചിയിൽ നിന്നും ഭാഗത്തു നിന്നും വരുന്ന വിവിധ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന ഒരു ബോർഡർ സ്ഥലമാണ്. അല്ലാതെ നിരന്തരം ഇവിടെ ലോട്ടറി കച്ചവടം അങ്ങനെ നിരന്തരം കച്ചവടക്കാരുള്ള സ്ഥലം കൂടിയാണ്. ഇവിടെ അത്യാവശ്യമായിട്ട് ജനങ്ങൾക്ക് ഒരു നല്ലൊരു ശുചിമുറി ഉടനെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത്യാവശ്യമായിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നടപ്പിലാക്കി കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിപ്പോ കുറെ കാലമായിട്ട് ഇവിടെ ആണുങ്ങളൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും. അത്യാവശ്യം ഔട്ട്സൈഡ് പോകുന്നുണ്ട്. സ്ത്രീകളാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ ഇവിടുന്ന് ഗോപാലപുരത്ത് നിന്ന് കൊഴിഞ്ഞാമ്പാറ പോയിട്ടാണ് അത്യാവശ്യം കൊഴിഞ്ഞാമ്പാറയോ പൊള്ളാച്ചിയോ പോയിട്ടാണ്, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെട്രോൾ പമ്പിനെയൊക്കെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ത്രീകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. കേട്ടില്ലേ പ്രേക്ഷകരെ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. அத்தியாவசியம் தான். ஒரு லோட்டி கச்சவடக்காரனாണ്. ചേട്ടൻ എന്താ പറയാനുള്ളത്? எல்லா வசதி இருக்குதுங்க. இங்கே பாத்ரூம் வசதி மட்டும் இல்லைங்க. 25 வருஷம் பார்க்குறேன், அது மட்டும் இல்லை. அந்த பக்கம் தான் ஓப்பன் தான் போகணுங்க. தண்ணி வசதி இல்லைங்க. லேடிஸ்க்கெலாம் நம்ப சிரமம், குழந்தை குட்டிகளும் நம்ப சிரமங்க. நானும் 25 வருஷம் இங்கே வந்துட்டுருக்கிறேன். என் பேர் சிவமணிகண்டன். ബുദ്ധിമുട്ടാണ്. ஆமாங்க. இங்கே நம்ம എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് പ്രേക്ഷകരെ. അപ്പം നിങ്ങൾ കാണുന്ന എല്ലാവരും സർക്കാരും അതടുത്ത് ഇവിടുത്തെ പഞ്ചായത്തും എല്ലാവരും മേലധികാരികൾ ഇടപെട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വിഷമം തീർത്തു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ചേച്ചിക്ക് ചേച്ചി ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് 10 வருஷம் இருந்துட்டு 1 பாத்ரூம் போக புத்திமட்டு, மோஷன் போக புத்திமட்டு, வெளியே ஆளுகாய் வந்துட்டு 1 பாத்ரூம் எல்லாம் போன பறஞ்சிட்டு ഇവിടെ ഇല്ല. കൊളിഞ്ചാമ്പാറ പോകണം പറഞ്ഞു. ആമാ മൊത്തം അളം മോതിട്ടുണ്ടല്ലേ. ബുദ്ധിമുട്ട് എവിടെ ആയിട്ട് എല്ലാം ശരി അവിടെ പോയിട്ടുണ്ട്. കേട്ടല്ലോ, ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അപ്പം പ്രേക്ഷകർ കാണുന്നവർ അതെ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തള്ളിക്കും ചേട്ടിക്കും അതിനെക്കുറിച്ച് ഒരു ചേട്ടനോട് സംസാരിക്കണമെന്നുണ്ട്. പറഞ്ഞു സാർ, എൻ്റെ നാട് കൊല്ലം ഓച്ചിറയാണ് എൻ്റെ നാട്. ഞാനിവിടെ നിന്നിട്ട് 12 വർഷം കൊണ്ട് ഞാനിവിടെ വ്യാപാരം ചെയ്യുന്നു. പിന്നെ പല പല ജോലികൾ ചെയ്യുന്നു. ഒത്തനാരാണ്. എല്ലാം ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. കുപ്പ വരെ പറക്കിയിട്ടുണ്ട്. അതൊക്കെ സന്തോഷമുണ്ട്. വേല ചെയ്യുന്നതിനകത്ത് അഭിമാനമുണ്ട്. അതുകൊണ്ട് ഞാൻ ആരെയും ഇതായിരുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്.
ഇവിടെ ഈ തണ്ണി വസതി, അതായത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത് ലെറ്ററിൻ ബാത്റൂം, ഇതൊന്നുമില്ല ഇവിടെ. ഇവിടുന്ന് കുറേ പോയി കഴിഞ്ഞാൽ ഒരു പുഴയുണ്ട്, ഒരു ഡാമുണ്ട്, അവിടെ പോയാണ് എല്ലാവരും കുളിക്കാൻ നനയ്ക്കൊക്കെ ചെയ്യുന്നത്. അതിന് സംവിധാനം ഏർപ്പെടുത്താൻ സർക്കാരിന് അതിനോടൊരു കാശ് കിട്ടുകയും ചെയ്യും. അതുതന്നെ ഒരു കെട്ടിടം ചുമ്മാ കിടക്കുന്ന സാറേ ഇവിടെ, ചുമ്മാ കിടക്കുന്നു, ഒരു ഉപയോഗമില്ലാതെ, ഒരു പ്രയോജനമില്ലാതെ കിടക്കുന്നത്. അങ്ങനെ തട്ടിക്കൂട്ടിയെടുത്ത് ഒരു ലെറ്ററിൻ ബാത്റൂം ആക്കി എടുത്താൽ എവിടെ കാശ് കിടക്കുമെന്ന് தெரியுமா? അത് ചെയ്യാനുള്ള സന്മനസ് എന്താ കേരള ഗവൺമെന്റിനായാലും ഉണ്ടാവണമെന്ന് ഞാൻ പഞ്ചായത്തിനായാലും എത്ര കാലമായി ഇവിടെ? ഞാൻ 12 വർഷം. ഇവിടെ എന്താ പരിപാടി? ഇവിടെ ഞാൻ ചിലപ്പോൾ തുണിക്കച്ചവടം ചെയ്യും, ചിലപ്പോൾ ഹോട്ടലിലെ മാസ്റ്ററായിട്ട് ഇരിക്കും, പൊറോട്ട അടിക്കും. ഒറ്റയ്ക്കാണ് അത് ഫാമിലി? ഞാൻ ഒറ്റയ്ക്കാണ്. നാടും വീടും ഒക്കെ വിട്ടിക്ക് വന്ന? അങ്ങനല്ല, വീട് ഞാൻ നാട്ടിൽ പോകും. ഞാൻ മനങ്ങാന്ന് പോയിട്ട് വന്നതേ ഉള്ളൂ. ഇനിയിപ്പോ നാളെ വൈകിട്ട് പോകും. എന്റെ മോടെ ബർത്ത്ഡേ ആണ്. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. പേര് പിന്നെ 2 പേരെ കല്യാണം പറഞ്ഞു വെച്ചു. ഇളയ മോള് கொஞ்சம் പ്രശ്നമായിട്ട് വീട്ടിൽ വന്നിരിക്കുന്നു, ഡൈവേഴ്സിന്റെ വക്കീലാണ്. പിന്നെ അവിടെ വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. എനിക്ക് ഇഷ്ടം എപ്പോഴും തമിഴ്നാടും കേരളയാണ്, അതായത് ബാർഡർ. നല്ല നാട്ടുകാർ നമ്മുടെ നാട്ടുകാർ വളർത്തില്ല, നമുക്ക് ജീവിക്കാൻ ഒരു മാർഗം ഇവിടെ തന്നെയാണ്. യൂസ് പണിക്കണോ? ശരി, ഓക്കെ. പ്രേക്ഷകർ, കൊല്ലക്കാരനെ നമ്മൾ കണ്ടുമുട്ടി. ഈ കാണുന്ന വീഡിയോസ് കൈവിടരുതും. ഈ നമ്മുടെ ഗോപാലപുരത്തിന് ഒരു ശുചിമുറി ഉണ്ടാവുന്നത് വരെയും മാക്സിമം നിങ്ങൾ ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. നമ്മുടെ ഈ അടുത്ത വീഡിയോസുമായി വരുന്നതിന് മുമ്പ് പ്രേക്ഷകർ അതേപോലെ നമ്മുടെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടണം, ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.